മൈക്കിൾ എന്ന് പറഞ്ഞ പടം കേട്ടോ. നമ്മുടെ മൈക്കിൾ ജാക്സന്റെ സ്റ്റോറിയാണ്. എനിക്ക് പടം പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ട ഒരു പടം കേട്ടോ. എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ പടത്തിനകത്ത് നിങ്ങൾ മൈക്കിൾ ജാക്സന്റെ ഒരു ഫുൾ ജീവിതകഥ, അതുപോലെ തന്നെ പുള്ളിയുടെ കുറേ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് കാര്യങ്ങളുണ്ട്, പിന്നെ പുള്ളിയുടെ ഡെത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോകണമെന്ന് ഈ പടത്തിനകത്തില്ല. മെയിനായിട്ട് പറയുന്നത് പുള്ളിയുടെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പുള്ളി കടന്നു പോയിട്ടുള്ള കുറേ ട്രോമാസ് ഉണ്ട്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ഫാദറിൻ്റെ പെരുമാറ്റം, അത് ഭയങ്കര കേട്ടോ, നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രയും ഒരു ക്രൂരനായിട്ടുള്ള ഒരു ഫാദറിനെയാണ് കാണിക്കുന്നത്. പുള്ളിയുടെ അഭിനയമൊക്കെ അടിപൊളി കേട്ടോ. പിന്നെ പുള്ളിയുടെ മദർ, ബ്രദേഴ്സ്, പുള്ളിയുടെ ഫാമിലി ലൈഫ്, പിന്നെ പുള്ളി എങ്ങനെയാണ് മ്യൂസിക്കിലേക്ക് ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയത്, എങ്ങനെയാണ് ഈ പുള്ളി മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നത്. പിന്നെ മൈക്കിൾ ജാക്സന്റെ ക്യാരക്ടർ ചെയ്തേക്കുന്ന പുള്ളിയുടെ നെഫ്യൂ ഇല്ലേ, പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. പുള്ളി അത്ര എഫേർട്ട് ചെയ്ത് വെച്ചെന്ന്. മൈക്കിൾ ജാക്സന്റെ ആ മാനറിസം, പിന്നെ പുള്ളിയുടെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഇല്ല, അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഡാൻസ് ഒക്കെ പക്ക കേട്ടോ, കറക്റ്റ് മൈക്കിൾ ജാക്സൺ എന്നാ പറയത്തുള്ളൂ. അത്ര എഫേർട്ട് ഇട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പടം കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും മൈക്കിൾ ജാക്സന്റെ ഒരു റിയൽ ഷോ കണ്ടിട്ട് ഇറങ്ങിയൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടോ. കാരണം ഏകദേശം ഒരു 70% ഈ പടത്തിനകത്ത് പുള്ളിയുടെ സോങ്സും പുള്ളിയുടെ സ്റ്റേജ് ഷോസൊക്കെ കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഷോയ്ക്ക് പോയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഡോൾബി അറ്റ്മോസ് ഉള്ള സ്ക്രീൻ തന്നെ സെലക്ട് ചെയ്ത് പോയിരുന്ന് കാണാൻ നോക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ സ്റ്റേജ് ഷോക്കൊക്കെ പോയി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, ഒരു അറ്റ്മോസ് എഫക്റ്റ്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഡോൾബി മാത്രമേ കിട്ടുള്ളൂ. ഈ ചുറ്റും നിന്നിങ്ങനെ ആൾക്കാരെ നിന്നിങ്ങനെ കൂകി വിളിക്കുന്നതും ഓളം വയ്ക്കുന്നതും തുള്ളിച്ചാടുന്നതൊക്കെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും അറ്റ്മോസിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അറ്റ്മോസ് തന്നെ ചൂസ് ചെയ്ത് പോകാം കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ഈ പടത്തിൻ്റെ നല്ലൊരു എൻഡിങ് ഒന്നുമില്ല, ചുമ്മാ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പടം അങ്ങ് പെട്ടെന്ന് നിർത്തുവാണ്. എനിക്ക് തോന്നുന്നത് അടുത്ത പാർട്ടൊക്കെ ഉണ്ട്, അത് എഴുതി കാണിക്കുന്നുണ്ട്, അടുത്ത പാർട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. മെയിനായിട്ട് പുള്ളിയുടെ മ്യൂസിക് കരിയർ കാര്യങ്ങളൊക്കെയാണ്. അപ്പം മൈക്കിൾ ജാക്സന്റെ ഹാർഡ് കോർ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പടം റൊമാൻറ്റിഫിക്കേഷൻ വരും. അത്രയ്ക്കും നല്ലൊരു സംഭവമാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. പുള്ളിയുടെ മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, പോയിരുന്ന് കാണുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ അടുത്ത പാട്ടിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുമായിരിക്കും, പുള്ളിയുടെ ഡെത്ത് കാര്യങ്ങളൊക്കെ കാണിക്കുമായിരിക്കും. അപ്പോൾ എന്താണേലും പോയിരുന്ന് കാണുക കേട്ടോ. ശരി എന്നാൽ, താങ്ക് യു.